ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ല പഞ്ഞി പോലത്തെ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊറോട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു പൊറോട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന പൊറോട്ടയല്ല കേട്ടോ, ഹോട്ടലിലേക്ക് കടയത്തേക്ക് ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്. അപ്പോൾ അതിനായിട്ട് 3 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ചിലവർ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് 1 കിലോ മാവിന് 1 മുട്ട എന്ന കണക്കിൽ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മളിവിടെ മുട്ട ആഡ് ചെയ്യാതെ നോർമലായിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. മൈദ എടുത്തതിന് ശേഷം ഇതുപോലെ നടുവൊന്ന് കുഴാക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ പൊറോട്ട നല്ലപോലെ കളറ് കിട്ടാനും അതുപോലെ ക്രിസ്പി ആയി കിട്ടാനുമായിട്ടാണ് കേട്ടോ. ചിലർ ഇതിലേക്ക് സോഡാപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. നമ്മളിതിൽ മുട്ടയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പൊടി നനയ്ക്കുകയാണെന്നാണ് കേട്ടോ പറയുക. എന്നിട്ട് നല്ലപോലെ പൊടി നനച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. പൊറോട്ട നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ മാവ് നല്ലപോലെ തന്നെ കുഴയ്ക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിലായിട്ട് പൊറോട്ട കിട്ടുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ പൊറോട്ട കുഴച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നേരമൊന്നും നമ്മൾ വെക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കുഴ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴയ്ക്കണം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണ്ട ഒഴിക്കാനായിട്ട്. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ബൗള് പിടിക്കാനും അതുപോലെ തന്നെ ചുറ്റാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പൊറോട്ടയ്ക്ക് ചുറ്റിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ ടേസ്റ്റിനും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. മാവ് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിവിടെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വീട്ടാവശ്യങ്ങൾക്കാണെങ്കിൽ 1 കിലോ മൈദ എടുത്താൽ മതിയാകും. 1 കിലോ മൈദയിൽ 20 പൊറോട്ട കിട്ടും കേട്ടോ സാധാരണ വലുപ്പത്തിൽ. പൊറോട്ട മാവിൻ്റെ കുഴവ് കുറഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ, നല്ല ഹാർഡായി പോവുള്ളൂ. പരമാവധി മാവൊന്ന് സെറ്റ് ആവണ വരെ 10 മിനിറ്റ് എങ്കിലും കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് കുഴയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പൊറോട്ടൻ്റെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നനഞ്ഞ തുണി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. മാവ് ഒന്ന് സെറ്റായി കിട്ടാനാണ് പ്രത്യേകം നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ തോർത്തുമുണ്ടോ ഉപയോഗിച്ച് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോവുള്ളൂ. അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ട് വെക്കുന്ന ഭാഗം ഇവിടെ വിട്ടുപോയതാണ് കേട്ടോ. പൊറോട്ട മാവിൻ്റെ മുകളിൽ തുണി ഇടുന്നതിന് മുന്നായിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും അടിഭാഗത്തുമായിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. എന്നിട്ടാണ് അതിൻ്റെ മുകളിലായിട്ട് തുണി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബോൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 പൊറോട്ടയ്ക്കുള്ള ബോളാണ് കേട്ടോ പിടിച്ചെടുക്കുന്നത്. ഒരു ബോളിൽ നമുക്ക് 2 പൊറോട്ട കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 പൊറോട്ടയ്ക്കുള്ള ബോൾ പിടിച്ചെടുക്കാവുന്നതാണ് ഒന്നിൽ. ബോൾ പിടിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിച്ചിട്ട് വേണം കേട്ടോ ബോൾ എടുക്കാനായിട്ട്. ബോൾ പിടിച്ചതിന് ശേഷം എല്ലാ ബോളിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നനഞ്ഞ തുണി ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഓരോ ബോളും നല്ല സെറ്റായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. ചിലവർ പൊറോട്ടയ്ക്ക് മാവ് കുഴച്ചിട്ട് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൽ പൊറോട്ട മാവ് കുഴച്ച് ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബൗൾ നല്ലപോലെ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബൗൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ വീശി അടിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മാവ് കനം കുറഞ്ഞിട്ട് നല്ല വലുതായി കിട്ടും കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി തടവിയിട്ട് അതിന് മുകളിൽ കുറച്ച് മാവും കൂടി മൈദയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നടു കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നടു കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചുറ്റിയെടുക്കുന്ന സമയത്ത് ബാലൻസ് മാവുണ്ട് എങ്കിൽ വേറെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പരത്തി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ആദ്യം ചുറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊറോട്ടൻ്റെ മാവ് വേണം കേട്ടോ പരത്തി ചുടാനായിട്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാവെല്ലാം ഒരുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. നമുക്കിവിടെ വലിയ പൊറോട്ടക്കല്ലായതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പിൽ തന്നെ 6-7 എണ്ണം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പൊറോട്ടക്കല്ല് ഇല്ല എങ്കിൽ ദോശ സ്റ്റോൺ ഉപയോഗിച്ചാലും മതിയാകും. പൊറോട്ട മാവ് ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം പൊറോട്ടക്കല്ലിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ഭാഗം ആയി വന്നാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ പൊറോട്ട ചുട്ടെടുക്കാനായിട്ട്. അപ്പോഴാണ് ഉള്ളും പുറവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ.
അല്ല എങ്കിൽ തീ കൂടിയിട്ട് ഉള്ളി വേവാതെ മാവ് പോലെ ഇരിക്കും. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ പൊറോട്ടയുടെ പുറം ഭാഗവും ഉൾഭാഗവും ഒക്കെ നല്ലപോലെ വെന്ത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൈവച്ച് തട്ടിക്കൊടുക്കാവുന്നതാണ്. മുട്ടയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. താങ്ക്